ഹലോ ഗൈസ്, ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ആശുപത്രി വിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം രാവിലെ തന്നെ നമ്മളെല്ലാവരും എണീറ്റിട്ടുണ്ട്. ഡോക്ടർ അപ്പം വീട്ടിൽ പോകാൻ പറയണം, അപ്പം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ലക്കിക്കുട്ടൻ്റെ ഇഞ്ചക്ഷന് ഇന്ന് രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും കഴിയും. എന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. നമ്മളുടെ പ്രതീക്ഷയാണ് നമുക്കിന്ന് വീട്ടിൽ പോകാമെന്ന്. കാരണം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അമ്മ ഇരിക്കുമ്പോൾ രാവിലെ തന്നെ എണീറ്റ് കണ്ട ലക്കിക്കുട്ടൻ ഭയങ്കര ഉറക്കം. ഇന്നലെ ലൈറ്റായിട്ടാണ് ഉറങ്ങിയത്. നമ്മളൊരു സിനിമയൊക്കെ കണ്ട് ഇവിടെ നിന്ന്. എന്തോ സിനിമ ഉണ്ടമ്മ ഇന്നലെ? അമ്മ പ്രണയവർണ്ണങ്ങൾ കണ്ട്. അപ്പം കിടന്നപ്പോൾ ലൈറ്റായി. പിന്നെ എന്തോന്ന് പറയാം, ഇനി രാവിലെ ഫുഡ് വാങ്ങിക്കാൻ പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല ദൂരമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പോകുമ്പോൾ, അതായത് തലേ ദിവസം പോകുമ്പോഴത്തേനും ഉച്ചത്തേക്ക് ചോറ് വെച്ച് കൊണ്ടുവരണുണ്ട്. ഉച്ചത്തേക്ക് 2-3 ദിവസം നമ്മൾ വീട്ടിൽ ഫുഡ് കഴിച്ചു. പിന്നെ ഒരു 3-4 ദിവസം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. ഇവിടുത്തെ ഒരു കോഫി ഹൗസ് കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയാണ്. നമ്മൾ ഹോം മെയ്ഡ് പോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടിട്ട് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കണം. എന്നിട്ട് ഇവനെ കാണിക്കണം. ഹലോ, നമ്മള് നിക്കുന്നല്ലാണ്ട് ഇവക്കൊരു പേരുണ്ട്, പാൽക്കാരി ജാനു. ഹായ് പറ ജാനു. പാൽക്കാരി ജാനു, ഒരു ഹായ്. തന്നെ അത് പറഞ്ഞില്ല. പിന്നെ എന്താന്ന് പറയാൻ ഗൈസ്, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻസ് ആയിരുന്നു കുറച്ച് നാൾ. ചേട്ടൻ്റെ കാര്യങ്ങളായിരുന്നാലും മൊത്തത്തിൽ ഒരു വല്ലാത്ത ദിവസങ്ങളായിരുന്നല്ലേ അമ്മ ഈ ഇടയായിട്ട് കടന്നു പോയത്. അപ്പം എല്ലാത്തിനും ഒരു തീരുമാനമായി. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ, ന്യൂസിലൊക്കെ പറഞ്ഞാണല്ലോ. അപ്പം ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അതിലും കമൻസ് ഒക്കെ ഇതായിരുന്നു, ചേട്ടൻ സേഫാണ്. ആ വീഡിയോ അവർ കാണുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ചേട്ടൻ സേഫാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് കാണുമ്പോഴത്തേനും. അപ്പം എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനി വീട്ടിലോട്ട് പോകണം. ഇനി വേറെ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും ഇല്ല. ഇനി കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം പാക്ക് ചെയ്യണം. അതൊക്കെ നമ്മൾ നേരെ വീട്ടിലോട്ട് വരും. ഹലോ, ഇഞ്ചിന് 2 പേരും മാത്രം. ലക്കി, ഗുഡ് മോർണിംഗ് പറ. അടുത്ത മാസം സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകണോ പോകണ്ടേ? പോണം. അതേന്ന് പറ. അതെ. ഹലോ എന്ന് പറ എല്ലാവരുടെ അടുത്തും. ഓ, എവിടെ ഒളിച്ചിരിക്കണ? കഴിച്ചിലേക്ക് എന്താ ഫുഡ് കഴിച്ചേ? എന്തോന്ന് കഴിച്ചെന്ന് പറ. എന്തോ കഴിച്ചേ? എത്ര ഇടിയപ്പം കഴിച്ചു? 2. 1.5 കഴിച്ചു.
ലക്കി മോനാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. രാവിലെ കുറച്ചേ കഴിച്ചുള്ളൂ. അവന് അസുഖം വന്നതിന് ശേഷം ഒന്നും കഴിക്കൂലായിരുന്നു. ആദ്യത്തെ ആ ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണം കഴിക്കും, ഉടനെ വൊമിറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഭയങ്കര സീനായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ടിട്ടാണ് അവൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചു തരുന്നത്. അത് നന്നായിട്ട് കഴിക്കൂല, ഇടയ്ക്ക് ഛർദ്ദിക്കും. ഡോക്ടർ ഡിസ്ചാർജ് ആക്കി, ആൻറ്റിബയോട്ടിക്സ് എടുത്ത് കഴിഞ്ഞല്ലോ. ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ മരുന്നൊക്കെ കൊടുക്കൂ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, കുറേ തന്നിട്ടുണ്ട്. എനിക്ക് മോളാണെങ്കിൽ ഹലോ നമുക്ക് പോണ്ടേ? താഴെ നിലയ്ക്കുമ്പോൾ കളിക്ക് എടുത്തിട്ട് വന്നതാണ്. എല്ലാം ജീവനോടെ ഉണ്ടാടാ, അല്ലെങ്കിൽ ബില്ലിടും. ഹലോ, നമ്മൾ റെഡിയായോ? ഞങ്ങൾ പോയാൽ മതിയോ? വെയിറ്റ് ചെയ്തിരുന്ന അമ്മാമ്മയും കൊച്ചു മക്കളുമായി നമ്മൾ 2 മണിക്കൂറായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഓ 2 കൊണ്ടുപോയി ഫ്രണ്ട്സ് ഒക്കെ ഡിസ്ചാർജ് ആയി പോയി. അവിടെ ഇങ്ങോട്ടാണ് വെട്ടം. ഇതല്ല നടക്കാൻ പറ്റില്ല. നിനക്ക് എന്ത്? അതൊക്കെ ഒരു സൂചിയൊക്കെ അവളെടുത്ത് പറയാൻ എടുക്കാൻ. നീ ഇവിടെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ്. ഓ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞു. ഇതാണ് നമ്മളെ നെയ്യാറ്റിൻകര മുത്താരമ്മൻ അമ്മൻ കോവിൽ എന്ന് പറയും. സെൻട്രലായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ.
ലക്കിക്കാവട്ടെ, നിക്കിക്കാവട്ടെ, അമ്മയ്ക്കാവട്ടെ എല്ലാം. അമ്മ ഫുള്ള് സ്റ്റേ ആയിരുന്നു, ഇതിനിടയ്ക്കൊന്നും വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ അങ്കണവാടിയിലും സ്കൂളിലൊക്കെ നമ്മുടെ മക്കളന്മാർ പോകും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനാണ് ഈ പകർച്ചവ്യാധികൾ കൂടുതലും വന്ന് പിടിക്കുന്നത്. അപ്പം ലക്കിക്കുട്ടന് മുണ്ടുനീരായിട്ടാണ് ഹോസ്പിറ്റലിൽ ആയിരുന്നത്. എന്താ പറയുക, കൂടുതലും പിന്നെ അത് പോയിട്ട് ഞാനിന്ന് ഡിസ്ചാർജായി വരുന്ന ഇടയ്ക്ക് തന്നെ ഒത്തിരി പിള്ളേരെ അവിടെ അഡ്മിറ്റാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫുഡ് പോയ്സൺ ആയിട്ടാണ്, എന്താ പറയുക, വയറിളക്കവും ഛർദിലും ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വന്ന് പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഓരോ ഇത് വന്നു. പിന്നെ ഈ പനിയും മുണ്ടിനീര്, പനി അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതൽ അവിടെ വന്ന് അഡ്മിറ്റ് ആവുന്ന കുട്ടികളൊക്കെ. അപ്പം ഇപ്പോൾ അതൊരു സീസണാണ്. അപ്പം എല്ലാവരും ഒന്ന് മക്കളെ ഒന്ന് സുരക്ഷിതരാക്കുക. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ, ലക്കിയും സ്കൂളിൽ ചേർക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും